ആദ്യ 7 മത്സരങ്ങളിൽ ഒരു മത്സരം പോലും തോൽക്കാത്ത ടീമായിരുന്നു ശ്രേയസ് അയ്യരുടെ പഞ്ചാബ് കിങ്സ്. എന്നാൽ ഇപ്പോൾ തുടർച്ചയായ 4 മത്സരം തോറ്റ് പ്ലേ ഓഫ് സാധ്യത വളരെ ചലഞ്ച് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ ഡൽഹിക്കെതിരെ ശ്രേയസിന്റെയും ആര്യയുടെയും 50-യിൽ മികച്ച ടോട്ടലാണ് പഞ്ചാബ് ഉയർത്തിയത്. ബൗളർമാർക്ക് പിന്തുണ കിട്ടിയ പിച്ചിൽ 210 റൺസ് എന്നത് ഒരു സേഫ് ടോട്ടലുമായിരുന്നു. 33 പന്തിൽ 6 സിക്സറും 2 ഫോറുകളും അടക്കം 56 റൺസ് നേടിയ പ്രിയാൻഷ് ആര്യ, 36 പന്തിൽ 3 സിക്സറും 5 ഫോറുകളും അടക്കം 59 റൺസ് നേടിയ ശ്രേയസ് അയ്യർ, 27 പന്തിൽ 38 നേടിയ കൂപ്പർ കനോലിയും 8 പന്തിൽ 21 നേടിയ ഷെഡ്ജയും. എന്നാൽ മറുപടി ബാറ്റിംഗിൽ അക്സറും ഡേവിഡ് മില്ലറും 50-യുമായി അതിന് ചെക്ക് വെച്ചു. സീസണിൽ ആദ്യമായി ബാറ്റ് കൊണ്ട് തിളങ്ങിയ അക്സർ 30 പന്തിൽ 2 സിക്സറും 8 ഫോറുകളും അടക്കം 56 റൺസ് നേടി. ഡേവിഡ് മില്ലർ 4 സിക്സറും 3 ഫോറുകളും അടക്കം 28 പന്തിൽ 51 നേടി. ഒരു ഘട്ടത്തിൽ ടോപ്പ് ഓർഡർ തകർന്ന് 33-3 എന്ന നിലയിൽ നിന്നായിരുന്നു ആ കംബാക്ക്. ഫിനിഷർ റോളിൽ അശുതോഷും പുതുമുഖം മാധവും തകർത്തടിച്ചതോടെ ഡൽഹി 6 പന്തുകൾ ബാക്കി നിൽക്കെ 3 വിക്കറ്റിന്റെ ജയം സ്വന്തമാക്കി. 2025-ൽ LSGക്കെതിരെ ഡൽഹിയെ 65-5 എന്നിടത്തു നിന്നും 31 പന്തിൽ 66 റൺസ് നേടി 210-ലെത്തിച്ച് വിജയം നേടിക്കൊടുത്തതാണ് അശുതോഷ്. കഴിഞ്ഞ മത്സരത്തിൽ KKRനെതിരെ 28 പന്തിൽ 39 അടക്കം കിട്ടിയ അവസരത്തിലെല്ലാം മുങ്ങി. ഇപ്പോൾ മില്ലറെയും മാധവിനെയും കൂട്ടുപിടിച്ച് 10 പന്തിൽ 24 നേടി. അനുഭവ സമ്പത്തല്ലാത്തതിന്റെ ഒരു പതർച്ചയുമില്ലാതെ 8 പന്തിൽ 18 നേടിയ മാധവ് തിവാരിക്കും 2 പന്തിൽ 10 നേടിയ അക്വിബ് നബിക്കും അവകാശപ്പെടാനുള്ളതാണ് ഈ വിജയം. ഏതായാലും തോൽവിയോടെ 11 മത്സരങ്ങളിൽ 13 പോയിന്റിൽ തന്നെ നിൽക്കുന്ന പഞ്ചാബിന് പ്ലേ ഓഫിന് വേണ്ടി കാത്തിരിക്കണമെന്നായി. ഇനിയുള്ള 3 മത്സരങ്ങളിൽ 2 ജയമെങ്കിലും ഉറപ്പിക്കണം. മറുവശത്ത് 12 മത്സരങ്ങളിൽ നിന്ന് 10 പോയിന്റുള്ള ഡൽഹിക്ക് ഇനിയുള്ള 2 മത്സരം ജയിച്ചാലും പ്ലേ ഓഫ് ഉറപ്പില്ല.